മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മളിങ്ങനെ വാർത്തകൾ വായിച്ച് ഇടയ്ക്കൊന്ന് നിന്നാൽ അപ്പൊ കൊതുക് നമ്മളെ കൊണ്ടുപോകും. ഒരുപാട് കൊതുകുകളുണ്ട്. നമ്മൾ പണ്ട് കൊച്ചിയെ പറ്റി എപ്പോഴും പറയുമല്ലേ, കൊതുക് വല്ലാതെയുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ മാത്രമല്ല, കലോത്സവത്തിന് പോയപ്പോൾ തിരുവനന്തപുരത്തും ഇതേ അനുഭവം കണ്ടു. നഗരം കൂടുതൽ വികസിക്കും തോറും ഇങ്ങനെ കൊതുകൊക്കെ കൂടി വരികയാണ്. മാലിന്യ സംസ്കരണമൊക്കെ കൃത്യമായി നടത്തുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ കൊതുക് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. കാരണം കാട് പിടിച്ച് കിടക്കുന്നു. പിന്നെ അത് മാത്രല്ല, ഈ വൈറൽ ഫീവർ, ഡെങ്കിപ്പനി, അങ്ങനെ കുറെ പനികളൊക്കെ ഉള്ള സമയം കൂടിയാണ്. അപ്പോൾ കൊതുകിന് ഒരു പ്രധാന പങ്കുണ്ട്. കളഞ്ഞാൽ കൊള്ളാമായിരുന്നു. വളരെ പെട്ടെന്ന് പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വന്നാൽ, സ്മിത നല്ലൊരു കവിത, പ്രവിത നല്ലൊരു പാട്ട് പ്ലീസ് മിനി ബാബു പറയുന്നുണ്ട്. കവിതയുണ്ട് പെട്ടെന്ന് ചൊല്ലാൻ അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രത്തിലെ 4 വരികൾ. അത് ഇത്ര നാൾ നാം അടുത്തു പരസ്പരം, അത്രമാത്രം പ്രപഞ്ചം മധുരിതം, അത്രമാത്രമേ നമ്മുടെ ജീവനും അർത്ഥമുള്ളൻ പ്രിയങ്കര താരമേ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത്രമാത്രം നമ്മളിങ്ങനെ അടുക്കുന്നു. നമ്മൾ എവിടുന്ന് എവിടേക്കൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അല്ലെ. അപ്പോൾ ആ ജീവിതയാത്രയിൽ നമ്മൾ പരസ്പരം കാണുന്നു, അടുക്കുന്നു. അതാണ്, അങ്ങനെ പരസ്പരം സ്നേഹം പങ്കിടുന്നു. അത്ര മാത്രമേ നമ്മുടെ ജീവന് അർത്ഥമുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചിന്തിച്ച് കാട് കയറേണ്ടതില്ല. വളരെ സിമ്പിളായിട്ട് സന്തോഷമായിട്ട് സ്നേഹിച്ച് കരുണയോടെ ജീവിക്കുക. അതാണ് ആ കവിതയുടെ അർത്ഥം. അത് തന്നെയാണ് നമുക്കും പരസ്പരം പറയാനുള്ളത് അല്ലെ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ക്യാമറാമാൻ എൻ്റെ വക ഒരു ഗുഡ് മോർണിംഗ് പറയണം. സീന പറഞ്ഞു, ഇന്ന് സൺഡേ എവിടെയും പോകാനില്ല, നല്ല തണുപ്പുണ്ട് എന്ന്. ഷാനിബ് പറഞ്ഞു, പ്രവിത സുപ്രഭാതം. പ്രവിത പാട്ട് പാടി. ഞാൻ പാടിയെന്നാണോ അങ്ങ് ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ഓക്കെ. റീന പറയുന്നു, കണ്ണൂരിലെ പല നാടൻ ഭാഷകളും കേട്ടാൽ ചിരിക്കും, ഞാൻ സമയം പോലെ പറഞ്ഞു തരാം എന്ന്. ഒപ്പം എന്താ ക്രിസ്റ്റീനെ ചോദിക്കുന്നുണ്ട്, പ്രജന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെന്താ, അങ്ങനെ ഒരുപാട് ക്രിസ്റ്റീനയ്ക്കും മോർണിംഗ് ഗുഡ് മോർണിംഗ് സന്ദേശം. അതെ, പ്രവിത കൊതുകിന്റെ മൂളിപ്പാട്ടും ഉണ്ടല്ലേ എന്ന്, അത് നല്ലതുപോലെ ഉണ്ട്. കമന്റിലേക്ക് വരാമെന്ന് പറയുന്ന അല്ലാണ്ട് വായിക്കുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഡിങ്കൻ നയം ആന്റണി എന്നുള്ള ഐഡിയയിൽ നിന്ന് പറയുന്നത്, രണ്ടുപേരും കമന്റ് കൂടി വായിക്കണേ. കരയുന്നുണ്ട് പ്രേക്ഷകർ. അതായത് ഈ കമന്റ് ബോക്സിൽ വായിക്കാത്തത് കൊണ്ട് ഒരുപാട് പ്രേക്ഷകർ. ആരോ പറഞ്ഞിരുന്നു, ക്രിസ്റ്റീനയാണെങ്കിൽ കമന്റ്സ് ഒക്കെ വായിച്ചേരെ, നിങ്ങൾ വായിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ വായിച്ചു, ഇനിയും വായിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കൂടി പോകാതെ വയ്യ. മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ പ്രവിത? തീർച്ചയായിട്ടും. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ പ്രതി ചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ വയനാട്ടിലേക്ക് എത്തുക ബുധനാഴ്ചയ്ക്ക് ശേഷമാകുമെന്ന് സൂചനകളുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകും വരെ സുരക്ഷിത സ്ഥാനത്ത് തുടരാനാണ് പാർട്ടി നൽകിയ നിർദ്ദേശം. ഈ മാസം 15 വരെയാണ് കൽപ്പറ്റ സെഷൻസ് കോടതി IC ബാലകൃഷ്ണൻ MLA, DCC അധ്യക്ഷൻ ND അപ്പച്ചൻ എന്നിവരുടെ അറസ്റ്റ് തടഞ്ഞത്. മുൻ കോൺഗ്രസ് നേതാവായ KK ഗോപിനാഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM-ഉം DYFI-യും. നാളെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടി ബത്തേരിയിൽ നടക്കും. വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് വീണ്ടും വന്യമൃഗശല്യം എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ഇന്ന് മയക്കുപൊടി വെച്ചേക്കുമെന്നുള്ളതാണ് അതിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. വെറ്റിനറി സംഘം ഇന്ന് രാവിലെ അമരക്കുനിയിലെത്തും. പലയിടത്തായി സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകൾ പരിശോധിച്ചാകും തുടർ നടപടികൾ. കടുവയെ കണ്ടെത്തുകയും ഉചിതമായ സാഹചര്യമുണ്ടായാൽ മയക്കുവെടി വെച്ച് പിടികൂടും. അതിനാണ് ഇപ്പോഴത്തെ തീരുമാനം. അവശനായ കടുവ വീണ്ടും ഇര തേടി വരും എന്ന പ്രതീക്ഷയിൽ 2 ഇടത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പ്രദേശം വിട്ട് കടുവ പോയിട്ടില്ല. കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവ കർണാടക വനമേഖലയിൽ നിന്ന് എത്തി എന്നാണ് സംശയം. കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാർക്കും വലിയ പ്രതിഷേധമുണ്ട്. 2 ആടുകളെയാണ് കടുവ ഇതുവരെ കൊന്നത്. പുൽപ്പള്ളിയിൽ കടുവയാണെങ്കിൽ കാട്ടാന ഭീതിയിലാണ് പാലക്കാട് ചുള്ളിമട നിവാസികൾ. 14 കാട്ടാനകൾ വരെ ഒരുമിച്ചെത്താൻ തുടങ്ങിയതോടെ വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റാൻ വനംവകുപ്പ് ഇടപെടണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം ചുള്ളിമടയിലെ ജനവാസ മേഖലയിലേക്ക് 14 കാട്ടാനകൾ ഒന്നിച്ചെത്തിയതിന്റെ ദൃശ്യങ്ങൾ. വെറുതെ അങ്ങ് വന്നു പോവുകയല്ല, വ്യാപക കൃഷിനാശമാണ് ഇവ മേഖലയിൽ ഉണ്ടാക്കിയത്. ഡെയിലി ഓരോന്ന് വരുമായിരുന്നു. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് വെച്ച കാരണം അപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. വരുമ്പോൾ ഇതിൽ കൂടെ ഉള്ളിൽ കൂടെ ഒക്കെ വരും, കൃഷിയൊക്കെ നശിപ്പിക്കും. കുട്ടിയൊക്കെ ആയിട്ട് ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെയാണ് പുലർച്ചെ വന്നു, നമ്മൾ പടക്കം പൊട്ടിച്ചപ്പോൾ അത് പോയി. പിന്നെ രാവിലെ നോക്കുമ്പോൾ ഒരു 10-15 ഉണ്ടായിരുന്നു.
കൃഷി 1 ഏക്കർ കൃഷി നശിപ്പിച്ചു. നേരത്തെയും കാട്ടാനകൾ പ്രദേശത്തെത്തിയിട്ടുണ്ടെങ്കിലും ഈ തരത്തിൽ തമ്പടിക്കുകയും കൃഷിനാശമുണ്ടാക്കുകയും ചെയ്തിട്ടില്ല. ആനശല്യം കൂടിയതോടെ വീടിന് പുറത്തിറങ്ങാൻ ആശങ്കയുണ്ടെന്ന് പ്രദേശവാസികൾ. ആന ബുദ്ധിമുട്ടൊക്കെ തന്നെ നമ്മളെ ഒന്നും ചെയ്യാണ്ടിരുന്ന മതിയല്ലോ. ഇത് കൃഷിപ്പാടങ്ങളും കേടുവരുത്തിയിട്ട് പോണു, എന്നിട്ട് അവസാനം ഒന്നും കിട്ടാൻ വഴിയില്ല. നമുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോ, തിരിച്ചു കിട്ടുമോ? ആരും ഒരു സഹായിച്ചാൽ വേണ്ടില്ല എന്നുണ്ട് ഞങ്ങൾക്ക്. ഇത്രയും നമ്മൾ പൈസ ചിലവാക്കി ഒക്കെ ചെയ്യണ്ടേ. ആന ഇറങ്ങുമ്പോൾ ഓടിയെത്തി അവയെ കാട്ടിലേക്ക് തുരത്തുന്നത് കൊണ്ട് മാത്രമായില്ല, ഇവ കാടിറങ്ങാതിരിക്കാനുള്ള കൃത്യമായ നടപടി വേണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം. പാലക്കാട്. അപ്പോ ഈ കടുവ, പുലി ആ പേടിക്കൊക്കെ അവസാനമാകണം. കൃത്യമായിട്ടുള്ള നടപടികൾ. മൈക്ക് പിടിക്കാൻ ഞാൻ ഈ കമന്റ്സ് നോക്കുന്ന സമയത്ത് മൈക്ക് മാറ്റും, ക്ഷമിക്കണം കേട്ടോ. പ്രേക്ഷകർ ഒരുപാട് കമന്റ്സ് അയക്കുന്നുണ്ട്, നല്ല രസകരമായ കമന്റ്സ് ഉണ്ട്. ജിൻസ് കുര്യാക്കോസ് പറയാണ്, ന്യൂസ് റീഡിംഗ് ഈ രീതിയിലാകുമ്പോൾ വീട്ടിൽ എല്ലാവരും കൂടെ ഇരുന്ന് നാട്ടുവർത്തമാനം പറയുന്നത് പോലെയാണ്. കാണാനും ഒരു സുഖമുണ്ട്, ജനകീയമാകുന്നു, മനസ്സിലാകുന്നുണ്ട്. 24 KJ എന്ന് പറയുന്നത് അത് വായിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ പ്രവിത? പിന്നെ കൊതുകിനെ കുറിച്ച് ഒരുപാട് പേര് പറയണ്ട, എല്ലായിടത്തും കൊതുകുണ്ട്. കൊച്ചിയെ കൊതുകിൽ നിന്ന് മോചിപ്പിക്കുക, കൊതുകില്ലാത്ത കൊച്ചി ക്യാമ്പയിൻ തുടങ്ങിയാലോ 24 എന്ന്. നമ്മളെ കളിയാക്കിയതാണോ എന്നറിയില്ല. തോമസ് കുട്ടി കരഞ്ഞവർ കുട്ടികളെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താ, കടുവയെ കുറിച്ചിട്ടുള്ള ആ റിപ്പോർട്ടിനെ കുറിച്ചും ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. ഷഫീർ കളിയാക്കുന്നുണ്ട്, 100 ന്യൂസ് മാറ്റി 100 കമന്റ്സ് ബുള്ളറ്റിൻ വേണം, നമുക്ക് ആലോചിക്കാം കേട്ടോ. പിന്നെന്താ, വാർത്തകളെക്കുറിച്ചുള്ള ഒരുപാട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 39 ആണ്. ഇനിയും വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. അതിലേക്കൊക്കെ ഉടൻ തന്നെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിലാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, നൃത്ത പരിപാടി, അതായത് ഉമാ തോമസ് MLAക്ക് പരുക്ക് പറ്റിയ ഗിന്നസ് റെക്കോർഡ് നേടാനായിട്ടുള്ള ദിവ്യാണിയുടെ നേതൃത്വത്തിൽ നടന്ന നൃത്ത പരിപാടി നടന്നത് ഇതേ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ നൃത്ത പരിപാടിക്കിടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഫുട്ബോൾ ഗ്രൗണ്ടിന് കേടുപാട് വരുത്തിയ സംഭവത്തിൽ ISL അധികൃതർ എന്ന പരിശോധന ഇവിടെ നടത്തുന്നുണ്ട്. നാളത്തെ മത്സരത്തിന് ഗ്രൗണ്ട് അനുകൂലമാണോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നടത്തിയ പരിശോധനയിൽ കേടുപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ പരിശോധന നടത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മത്സരം നടന്നാൽ താരങ്ങൾക്ക് പരിക്കേൽക്കാൻ വരെ ഇടയുണ്ടെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. ISL അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താനും ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ? വളരെ പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ പ്രതിരോധത്തിലാക്കി മദ്യനയ അഴിമതി കേസിലെ CAG റിപ്പോർട്ട്. 2026 കോടിയുടെ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ടായെന്ന റിപ്പോർട്ട് ഉയർത്തിക്കാട്ടി BJP പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. CAG റിപ്പോർട്ടിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസ് കൂടി രംഗത്തെത്തിയതോടെ ആം ആദ്മി പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇന്ന് കോൺഗ്രസ് നടത്തിയേക്കും. കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റാകും പദ്ധതികൾ പ്രഖ്യാപിക്കുക. 29 സ്ഥാനാർത്ഥികളെ കൂടി BJP ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപ് പ്രവിത നേരം വെളുത്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ കൂടുതൽ പേർ ഇവിടെ ഓടാനും നടക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും അതൊരു നല്ല കാഴ്ചയാണ്. അവധി ദിവസമാണെങ്കിലും നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണ് കൊച്ചിയിലെ ആളുകൾ. അതുകൊണ്ട് തന്നെ രാവിലെ പതുക്കെ നടക്കുന്നവരുണ്ട്, അതുപോലെ ഒരുപാട് സ്പീഡിൽ ഓടുന്നു, ജോഗിങ്, അങ്ങനെ ഒരുപാട് പേര് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ആളുകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം. പല വിശേഷങ്ങളും അവരോടും നമുക്ക് ചോദിക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് കലൂർ ജവഹർലാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് ISLന്റെ പരിശോധനയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കായിക പ്രേമികൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയുണ്ടാകും. ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ മത്സരം നടത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ ഇനി വേണ്ടി വരുമോ, ആ രീതിയിൽ ഇന്ന് നമുക്ക് അറിയാൻ കഴിയും. അതായത് നമുക്ക് മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് പോയാൽ, തൃണമൂൽ കോൺഗ്രസിന്റെ കേരള കോർഡിനേറ്ററായി ചുമതലയേറ്റ നിലമ്പൂർ MLA PV അൻവർ ഇന്ന് കേരളത്തിൽ മടങ്ങിയെത്തും. അദ്ദേഹം പശ്ചിമ ബംഗാളിൽ തുടരുകയായിരുന്നു. വൈകുന്നേരം 3:30 കരിപ്പൂരിലെത്തുന്ന PV അൻവറിന് വൻ സ്വീകരണം ഒരുക്കാനാണ് അൻവറിന്റെ കൂട്ടായ്മയായ DMK പ്രവർത്തകരുടെ തീരുമാനം. TMC അംഗത്വം സ്വീകരിക്കാതെയാണ് സംസ്ഥാന കോർഡിനേറ്റർ പദവി ഏറ്റെടുത്തിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകും എങ്കിലും കേരളത്തിൽ UDFുമായി സഹകരിക്കാനാണ് അൻവറിന്റെ നീക്കം. എന്നാൽ K മുരളീധരൻ അൻവറിന്റെ നീക്കത്തെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ മാസം അവസാനത്തോടെ മമതാ ബാനർജിയെ കേരളത്തിലെത്തിച്ച് സമ്മേളനം നടത്താനാണ് PV അൻവർ ലക്ഷ്യമിടുന്നത്.
ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കാനഡയ്ക്ക് വെച്ച് പിടിച്ചാലോ? അതെ, അവിടെ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ നടന്നത് ഇതിനോടകം തന്നെ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പം ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരുന്നു. ഇനി ആരാകും അടുത്ത പ്രധാനമന്ത്രിയായി എത്തുക എന്നുള്ളതാണ് ഏവരും പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് ശേഷം മുൻ ബാങ്കർ മാർക്ക് കാർണി, മുൻ ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് എന്നിവർക്കൊപ്പം ചന്ദ്ര ആര്യ, അനിത ആനന്ദ് എന്നീ ഇന്ത്യൻ വംശജരുടെ പേരുകളും ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമി പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇവരാരൊക്കെയാണ്? ഇവരുടെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടിലേക്ക്. കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ലിബറൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നുമുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി പിൻഗാമി ആരായിരിക്കുമെന്ന ചർച്ചകൾ സജീവമാക്കി. മാർച്ച് 9 പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്ന് ഭരണകക്ഷിയായ ലിബറൽ പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. പുതിയ പാർട്ടി അധ്യക്ഷനായിരിക്കും കാനഡയുടെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിച്ചത് നേപ്പിയനിൽ നിന്നും ഹൌസ് ഓഫ് കോമൺസിലേക്ക് 3 തവണ ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിയായി ജയിച്ച ഇന്ത്യൻ വംശജനായ ചന്ദ്ര ആര്യയാണ്. കർണാടകയിലെ ദ്വാരലു ഗ്രാമത്തിൽ വേരുകളുള്ള ചന്ദ്ര ആര്യ ഇന്ത്യയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദവും MBAയും നേടിയ ശേഷം 20 വർഷം മുമ്പാണ് കുടുംബത്തോടൊപ്പം കാനഡയിലെത്തിയത്. 2022 കനേഡിയൻ പാർലമെന്റിൽ ചന്ദ്ര ആര്യ കന്നഡയിൽ പ്രസംഗിച്ചിരുന്നു. ജസ്റ്റിൻ ട്രൂഡോ മന്ത്രിസഭയിൽ ഗതാഗതം, ആഭ്യന്തര വ്യാപാരം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അനിത ആനന്ദ്. ഓക്വിലിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ അനിത ആനന്ദ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡോക്ടർ SV ആനന്ദിന്റെയും പഞ്ചാബ് സ്വദേശി ഡോക്ടർ സരോജ് ഡി റാമിന്റെയും മകളാണ്. ഇന്ത്യൻ വംശജർക്കു പുറമെ മുൻ ബാങ്കർ മാർക്ക് കാർണി, മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് തുടങ്ങിയവരും പ്രധാനമന്ത്രി സാധ്യതാ പട്ടികയിലുണ്ട്. ഈ മാസം 23-നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവസാന തീയതി. വോട്ടേഴ്സ് 27-ന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. 14 വയസ്സിനുമേൽ പ്രായമുള്ള കനേഡിയൻ പൗരന്മാർക്കും സ്ഥിരവാസികൾക്കുമാണ് വോട്ടവകാശം. 2025 ഒക്ടോബർ 20-നാണ് കനേഡിയൻ പൊതു തെരഞ്ഞെടുപ്പ്. റിസർച്ച് ഡെസ്ക് 24. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മലയാളികൾ എത്രയോ പേരാണ് കാനഡയിലുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ കാനഡയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രി ട്രൂഡോയുടെ നിലപാടുകളൊക്കെ തന്നെ വലിയ ആശങ്ക ഒരിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. ഇവിടുന്ന് പോകുന്ന കുട്ടികൾ അവർക്ക് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഏത് രാഷ്ട്രീയ തീരുമാനങ്ങളും നമ്മളെയും ബാധിക്കുന്നത് പോലെയാണ് അല്ലേ? അതിപ്പോൾ സമയം 6:46 കുറേ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, പ്രവിധ ഉണ്ടായിട്ട് എന്താണ് പ്രവിധ പാട്ട് പാടാത്തത്? പ്രജിനാണെങ്കിൽ പാടി തന്നെ. പ്രവിധയ്ക്ക് പാട്ട് വല്ലതും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒരു പാട്ട് 4 വരി പാടിക്കൊടുക്കായിരുന്നു. ഓക്കെ, പാടാം. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കനമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. പൂമാനമല്ല, എന്നാലും ആകാശത്തേക്ക് നോക്കിയപ്പോ പെട്ടെന്ന് ഓർമ്മ വന്ന പാട്ടാണ്. ഓർമ്മയാണ്, ഇറക്കൂട്ട് സിനിമയാണ്. അതില് സുമലതയാണ്. സുമലതയെ പോലെ ഉണ്ട് പ്രവിധ എന്ന് പലരും പറയാറുണ്ട്, നമുക്കും തോന്നാറുണ്ട് കേട്ടോ കുറച്ചൊക്കെ. ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ടാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അന്നൊക്കെ ബോൾഗാട്ടി പാലസ് കാണുക പറഞ്ഞാൽ വലിയ ആഘോഷമായിരുന്നു. ഇന്നിപ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് പോവാം. അതിനുശേഷം എറണാകുളത്ത് ഒരുപാട് അങ്ങനത്തെ ഭംഗിയുള്ള സ്ഥലങ്ങൾ വീണ്ടും കുറേ വന്നു. എങ്കിലും അന്ന് ബോൾഗാട്ടി പാലസ് ആയിരുന്നു ഏറ്റവും ഭംഗിയുള്ള സ്ഥലം എന്ന് നമ്മൾ എറണാകുളത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത്. നല്ല പാട്ടായിരുന്നു അല്ലെ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ പാട്ട്? പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സമയം 6:47 വളരെ പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോകാം. നറുക്കെടുപ്പിലൂടെ വെറും 500 രൂപയ്ക്ക് 12 സെന്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റ് വീടും സ്വന്തമാക്കാം. പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശി പണിക്കർതൊടി വീട്ടിൽ മുഹമ്മദ് ബഷീറാണ് തന്റെ കടബാധ്യത തീർക്കാനായി നറുക്കെടുപ്പിലൂടെ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. കൂപ്പൺ പിരിവിലൂടെ സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് ബാധ്യതകളെല്ലാം തീർക്കാമെന്ന പ്രതീക്ഷയിലാണ് മുഹമ്മദ് ബഷീർ. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ 23-ാം വാർഡിലെ പണിക്കർതൊടി വീട്ടിൽ മുഹമ്മദ് ബഷീറാണ് തന്റെ കടബാധ്യത തീർക്കാൻ വീടും സ്ഥലവും നറുക്കെടുപ്പിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. 12 സെന്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റ് വീടുമാണ് ബഷീറിന് സ്വന്തമായുള്ളത്. ഇതാണ് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിൽക്കാൻ തീരുമാനിച്ചത്. സ്വന്തമായി ബിസിനസ് നടത്തി വരികയായിരുന്നു ബഷീർ. കോവിഡ് കാലത്ത് എല്ലാം പോയി. ഇതിനു പുറമെ അപ്രതീക്ഷിതമായി വന്ന അസുഖങ്ങളും ഒരു ബൈപ്പാസ് സർജറിയും കഴിഞ്ഞു.
പിന്നീട് സ്ഥിരമായി ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബഷീർ ബാങ്കിൽ നിന്ന് 22 ലക്ഷം രൂപ വായ്പയും എടുത്തിരുന്നു. വായ്പയും മറ്റു പലവിധ കടങ്ങളുമായി നിലവിൽ 50 ലക്ഷത്തോളമാണ് കടം. കടത്തിലേക്ക് എത്താൻ ഈ കല്ലുവെട്ട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ലോണുണ്ടായിരുന്നു. പിന്നെ കൊറോണ ടൈമിൽ ഇത് പരിപാടി നടക്കാത്തതുകൊണ്ട് അങ്ങനെ ലോൺ അടയ്ക്കാൻ കഴിയാതെ അങ്ങനെ പുതുക്കിയിട്ട് വലിയൊരു സംഖ്യ ആയതാണ്. കിട്ടിയാൽ കൊടുക്കാൻ വിചാരിച്ച് 2 വർഷത്തോളം ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിന്നതാണ്. പക്ഷേ ആ ഒരു ലെവലിലേക്ക് കച്ചവടം നടക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ തിരുവനന്തപുരം വിഘ്നേശ്വര ചാരിറ്റി ട്രസ്റ്റിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു കൂപ്പണടിച്ച് വിതരണം ചെയ്തിട്ട് അങ്ങനെ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് നമ്മുടെ ഈ വീട്, ഇത് 12 സെൻറ്റ് സ്ഥലം, ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. കടബാധ്യത തീർക്കാനായി കഴിഞ്ഞ 2 വർഷത്തോളമായി ബഷീർ വീടും സ്ഥലവും വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ മതിയായ വില ലഭിക്കാത്തതിനാൽ വിൽപ്പന നടന്നില്ല. ഇതോടെയാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം കൊടുത്ത സമ്മാന പദ്ധതിയിലൂടെ 500 രൂപ നിരക്കിലുള്ള കൂപ്പൺ വിതരണം ചെയ്ത് വീട് സമ്മാനമായി നൽകാമെന്ന തീരുമാനത്തിലെത്തിയത്. അദ്ദേഹത്തിന് അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യം മൂലം ആണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, മാക്സിമം ആളുകൾ ഈ കൂപ്പൺ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയാസത്തിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കൂപ്പൺ പിരിവിലൂടെ തന്റെ കടബാധ്യതകൾ തീർക്കാനുള്ള വഴി തെളിയുമെന്ന പ്രതീക്ഷയിലാണ് ബഷീർ. 24 പാലക്കാട്. അതെ, അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ, അതേക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടത്. കാരണം സ്വന്തം വീടും സ്ഥലവും കടബാധ്യത തീർക്കാനായി വിൽക്കാൻ കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നുമെങ്കിലും പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹായത അത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പോൾ സഹായിക്കാൻ കഴിയുന്നവർ ഈ രീതിയിൽ കൂപ്പൺ വാങ്ങുക. നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ വരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക് വേഗം. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഇപ്പോൾ സമയം 6:51 ആയിരിക്കുന്നു. നമുക്കിനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. അതെ, നല്ലോണം നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ടല്ലേ പ്രവിത? ഇപ്പൊ കുറെ കൂടി ഒരു സുഖമുണ്ട്, കൊതുക് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പേർ നടക്കാനും ഓടാനൊക്കെ ആയിട്ട് കൂടുതൽ പേർ ഇറങ്ങുന്നു. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പ്രവിത, അയ്യോ, ആ ഒരു ചേട്ടൻ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇതിലെ ഒരു പ്രശ്നം എന്താ പറയുക, നമ്മൾ ഈ നടന്നു പോണവരോടൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ ഫോക്കസ്ഡ് ആണ്. അവരിങ്ങനെ ചിലപ്പോൾ ചെവിയിൽ പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കാം അവരിങ്ങനെ ഓട്ടത്തിലും നടത്തത്തിലുമാണ്. എന്നാലും ഇടയ്ക്ക് ചിലരോടൊക്കെ നമുക്ക് ചോദിക്കാം. കാരണം ഈ പ്രഭാത സവാരി എത്രത്തോളം നമ്മുടെ ഹെൽത്തിന് ഗുണം ചെയ്യുന്നുണ്ടെന്ന് നോക്കണമല്ലോ. പ്രവിത പറഞ്ഞ ഇതിലേക്ക് പോകാം അല്ലേ? 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി കണ്ണൂർ ജില്ലയിൽ നിർമ്മിക്കുന്ന 3ാമത്തെ വീടിന്റെ തറക്കല്ലിടിയിൽ നടന്നു. കരക്കാട് സ്വദേശികളായ രജിൻ കുമാർ, സുനിത ദമ്പതികൾക്കാണ് വീട് ഒരുങ്ങുന്നത്. ജില്ലയിൽ 3ാമതൊരു കുടുംബത്തിനു കൂടി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. രോഗബാധിതനായ മകനുമായി വാടക വീട്ടിൽ കഴിയുന്ന രജിൻ കുമാർ, സുനിത ദമ്പതികൾക്ക് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ആശ്വാസമായി. വേറെ വീടിനല്ലാണ്ട് ഇപ്പം വാടക നമ്മൾ 5 കൊല്ലമായിട്ട് നിൽക്കുന്നത്. വീടിപ്പം പെട്ടെന്ന് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് സന്തോഷമുണ്ട്. മറ്റു ഭവന പദ്ധതികളിൽ വീടിനായുള്ള സാധ്യതകൾ തേടിയിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. അതിനിടെയാണ് ഇവരുടെ ദുരിതം 24 കണക്റ്റിന്റെ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ 2ാമത്തെ വീട് കൊടുക്കാൻ വരുമ്പോഴാണ് ഇവരെ കാണുന്നത്. ഇവരുടെ കുട്ടിയുടെ പ്രശ്നം ഞാൻ അറിയുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് സങ്കടം തോന്നി. അപ്പോൾ എനിക്ക് അന്നേരം ഇവരത്രയ്ക്ക് അർഹതപ്പെട്ട ഒരാളാണെന്ന് തോന്നിയപ്പോൾ അത് 24 കണക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ നല്ല രീതിയിൽ അവർ നമുക്ക് സപ്പോർട്ടായിരുന്നു. രജിൻ കുമാറിന്റെ കുടുംബത്തിന് സർക്കാർ പതിച്ചു നൽകിയ 3 സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മാണം ആരംഭിച്ചത്. 24 കണ്ണൂർ. ഇപ്പോൾ സമയം 6:53 ആയിരിക്കുകയാണ്. ഇവിടെ പ്രഭാത നടത്തം തുടരുന്ന ഒരുപാട് പേരുണ്ട്. ഒപ്പം തന്നെ ഈ വെളിച്ചം വീണ് തുടങ്ങിയത് കൊണ്ട് തന്നെ കൂടുതൽ പേരെത്തുന്നുണ്ട്, കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ആലസ്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പ്രഭാത നടത്തം, പ്രഭാത ഓട്ടം. പിന്നെ ഒരു ചേട്ടൻ ഞാൻ നോക്കുമ്പില്ലേ പ്രവിത, ഇങ്ങനെ സിഗ്സാഗ് ആയിട്ടാണ് ഓടുന്നത്. അപ്പൊ അതൊക്കെ ഓരോ, മാത്രമല്ല ഇപ്പോൾ ഇതിൽ കൂടെ നടന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ മുഴുവൻ വേസ്റ്റ് ആണ്, അപ്പൊ അതിൽ കൂടി ഒന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടി അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. ഇവിടെ ഈ സ്ഥലത്തൊക്കെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്, അത് നീക്കം ചെയ്യണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ട്, നടത്തത്തിന്റെ ഇടയിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് സ്പീഡിൽ പോവുമായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. തിരുവനന്തപുരം പാപ്പനംകോട്ടെ GST ഓഡിറ്റ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച നിലയിലാണ്. പുതിയ കെട്ടിടത്തിന് അപേക്ഷ നൽകിയെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം തൽസ്ഥിതി തുടരാനാണ് സർക്കാരിന്റെ നിർദ്ദേശം.
GST ഓഡിറ്റ് വകുപ്പ് ഓഫീസിലേക്ക് കടക്കുമ്പോൾ തന്നെ കാണുന്നത് നിലത്ത് വീണ് ചിതറിക്കിടക്കുന്ന സിമന്റ് പാളികൾ, അകത്തെ ചുമരുകളിലെല്ലാം വിള്ളൽ, തുരുമ്പെടുത്ത ജനൽപ്പാളികൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കമ്പികൾ. മഴ പെയ്താൽ ചോർച്ചയും വേറെ. പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അറിയാതെയല്ല ജീവനക്കാർ സ്ഥിരം ജോലിക്ക് എത്തുന്നത്. കൈയകലത്ത് സിമന്റ് പാളികൾ വന്നു വീണ അനുഭവങ്ങൾ നിരവധി. ിൽ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. അന്ന് നടൻ ബഹദൂറിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു കെട്ടിടം. പിന്നീട് 1993 സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് കെട്ടിടം വിലയ്ക്ക് വാങ്ങി. അത് പിന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷന് കൈമാറി. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശ്രീകാര്യത്ത് സ്ഥിരം ആസ്ഥാനമായതോടെ ഇത് GST വകുപ്പിന് നൽകി. 7 വർഷം മുമ്പായിരുന്നു ഇത്. നിലവിൽ GST ഓഫീസിലെ അടക്കം 72 ജീവനക്കാർ ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധർ കെട്ടിടത്തിന്റെ ബലം പരിശോധിച്ചു. അറ്റകുറ്റപ്പണിക്ക് അനുയോജ്യമല്ലെന്നും പൊളിച്ചു പുതുക്കി പണിയണമെന്നുമായിരുന്നു നൽകിയ നിർദ്ദേശം. ഈ റിപ്പോർട്ട് ഉൾപ്പെടെ ചേർത്ത് ധനവകുപ്പിന് ജോയിന്റ് കമ്മീഷണർ കത്തു നൽകിയെങ്കിലും ഇതുവരെ അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. തലയ്ക്കുമീതെ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും ഇവിടെ ജോലിക്കെത്തുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് മാത്രമാണ് അവരുടെ ദയനീയത അവർ തുറന്നു പറയാത്തത്. ഇനിയെങ്കിലും വൈകാതെ അതിനൊരു പരിഹാരം കാണണമെന്നാണ് അപേക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും VS മനീഷിനൊപ്പം അജീഷ് ജയകുമാർ, 24. വാർത്ത കണ്ടിട്ട് ഒരു പ്രേക്ഷകന്റെ കമന്റ്, വീട്ടിൽ നിന്ന് അടി കിട്ടാത്ത കുട്ടികൾ വഴിയിൽ ഇറങ്ങി അടി കൊള്ളുന്നു. അങ്ങനെ ഇതുപോലെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നും, എന്തിനാ ഇങ്ങനെ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്, ഇതുപോലെ സമാധാനമായിട്ട് വീട്ടിൽ പോയാൽ പോരെ എന്ന് തോന്നും സത്യം പറഞ്ഞാൽ. പിന്നെ ഒരുപാട് സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൂപ്പൺ എടുക്കുന്ന ഇക്കയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ കൂപ്പൺ എല്ലാവരും എടുക്കണമെന്ന് പരസ്പരം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പത്രപാരായണത്തിന് ഒരു ചിട്ടയില്ല, അതിനുവേണ്ടി വേറെ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കുമെന്ന് പറയുന്നു. ആലോചിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഈ വളരെ പെട്ടെന്ന് വാർത്തകൾ എടുത്തു പോകുന്നതിൻ്റെ ഇടയിൽ പത്രം വായിക്കാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ഒരു കായിക വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനൽ ഇന്ന് എൽ ക്ലാസിക്കോ പോര്. FC ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ നേരിടും. രാത്രി 12:30 സൗദി കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 15ാം കിരീടം ലക്ഷ്യമിട്ടാണ് ബാഴ്സലോണ ഇറങ്ങുക. 13 കിരീടങ്ങളുള്ള നിലവിലെ ചാമ്പ്യന്മാരായ റയലിന് ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഉടൻ തന്നെ SKN പ്രേക്ഷകരോടൊപ്പം ചേരും. നമുക്കിനി മറ്റ് കമന്റ്സിലേക്ക് കൂടി വളരെ പെട്ടെന്ന് വരാമെന്ന് തോന്നുന്നു. സ്മിത പറഞ്ഞതുപോലെ ബഷീറക്കയുടെ വീട്, അതിനെക്കുറിച്ചാണ് ഒരുപാട് പ്രേക്ഷകർ. റഹീം അധൂർ എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ പറയുകയാണ് എത്രയും പെട്ടെന്ന്. ഒരു സെക്കൻഡ്, എല്ലാ ദിവസവും നമ്മളെ ഈ നടക്കാനവരെ പിടിച്ചിരുത്താൻ മടിയുണ്ട്, എന്നാലും എല്ലാ ദിവസവും നടക്കാനായിരുന്നു. കുറെ കാലമായോ അത് തുടങ്ങിയിട്ട്? എല്ലാ ദിവസവും. ഒരു ചേച്ചിയുണ്ട്. ചേച്ചി പേരെന്താ? ജഗദംബിക. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഞങ്ങൾ പാലാരിവട്ടം. അങ്ങോട്ട് തിരിഞ്ഞു ഇപ്പോ. അല്ല, ഇവിടെ അടുത്തന്നെ. നമ്മുടെ പ്രേക്ഷകർ ചേച്ചിയും കൂടെ ഒന്ന് കാണട്ടെ. നിങ്ങൾ എന്തിന്റെ? ഇത് ഞങ്ങള് 24 ന്യൂസ് എന്നാണ്, നമ്മുടെ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ പരിപാടിയാ. അതെ. എന്നിട്ട് എത്ര നാളായി നടത്തം ഇങ്ങനെ ഇതേ വഴിയിൽ തുടങ്ങി? ഇതേ വഴിയില് നമ്മള് കാലങ്ങളായിട്ടുണ്ട്. ഇവിടെ മുഴുവൻ വേസ്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. വരുമായിരുന്നു ഞങ്ങൾ. വാഷ്റൂമിൽ ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഒരു സൗകര്യമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം അല്ലെ. ബാത്റൂം ഉണ്ട്. സ്റ്റേഡിയം ആയിട്ടും ഇതാണല്ലോ ഗതി എന്ന് പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു ഞാന്. അതാണല്ലേ. അതെ, ഏതായാലും നമ്മളത് പറയുകയാണ്. വേസ്റ്റിന്റെതാണ് ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ട്. പിന്നെ കൊതുകുണ്ട് അല്ലേ, നല്ല കൊതുക്. കൊച്ചിയല്ലേ, ചേട്ടാ ഈ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് അല്ലേ? അതുകൊണ്ട് നടക്കുന്നു. ചേച്ചിയുടെ ചിരി കാണാൻ നല്ല രസമുണ്ട് ചേച്ചി. ഓക്കെ, താങ്ക് യു. അപ്പൊ പ്രഭാത നടത്തം തുടരട്ടെ. ഇപ്പോൾ അതാണ് അവർ പറഞ്ഞത്, ഇവിടെ നിറച്ച വേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, നമ്മുടെ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി വലിയൊരു പ്രശ്നമാണല്ലേ പ്രീത. അതെ, നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.